ഹലോ ഗൈസ്, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും എത്തിക്കുക. ഫോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള മൂരാരി പറഞ്ഞ ഒരു മന്ത്രവാദി ഉണ്ട്, പേര് കേട്ടൊരു മന്ത്രവാദി. അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. അതുപോലെ തന്നെ ഭയങ്കര റീൽസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇയാൾ ശ്രീകണ്ഠൻ നായരുടെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കെല്ലാം പ്രവചിക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്നുള്ള ഒരു വർത്തമാനം പറഞ്ഞ ടൈമിൽ തന്നെ നിഹാഖത്ത് അലി എന്ന് പറഞ്ഞ ഒരുത്തിന് ആ സദസ്സിൽ നിന്ന് അവിടെ നിന്ന് വെച്ച് പറഞ്ഞ് എൻ്റെ മരണം അത് ഏത് ദിവസമാണ്, ഏത് ടൈമിലാണ്, അത് നിങ്ങൾ പ്രവചിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അയാൾ അവിടെ നിന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, എനിക്ക് വേറൊരു ദിവസം കിട്ടണം, ഞാൻ അത് ചെയ്ത് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് ആ ആളിപ്പോൾ ഒരു ഫോക്സോ കേസിൽ പ്രതിയായി ആൾ മുങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു 16 വയസ്സായ ഒരു പെൺകുട്ടിയെ റൂമിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തി പെണ്ണിനെ കടന്നു പിടിക്കാൻ നിന്നപ്പോൾ പെണ്ണ് ബഹളം വെച്ച് പുറത്തേക്ക് ഓടി. അതിൻ്റെ ശേഷം അവിടെയുള്ള ആൾക്കാർ ഇയാളെ പിടിക്കാൻ നിന്നപ്പോൾ ഇയാളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഓടിക്കയച്ചില്ലായെന്നാണ് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം ന്യൂസ് വന്നിട്ടുണ്ട് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും അറിഞ്ഞ അറിവും കാര്യങ്ങളും വെച്ചിട്ട് നടക്കുക, മറ്റുള്ളവരുടെ അറിവൊന്നും വിശ്വസിച്ച് നടക്കാതിരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ഓരോ പ്രശ്നത്തിൽ പോയി ചാടും. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ആ മന്ത്രവാദിയുടെ മുന്നത്തെ വീഡിയോയും ഇപ്പോൾ സംഭവിച്ചതും എല്ലാ വീഡിയോയും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എത്തിക്കുക. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് കടക്കുക. ഇവൻ വീണ്ടും എത്തിയോ? മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല, പണ്ടത്തെ പോലെ തന്നെ. മാതിരിപ്പെട്ട ആൾക്കാർക്കും എൻ്റെ പേര് അറിയത്തില്ല. സ്കൂളിലും നമ്മുടെ രാമേന്ദ്ര സാറായിരുന്നു അന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, 8ാം ക്ലാസ്സിലൊക്കെ 8-10 വരെ. അദ്ദേഹമൊക്കെ വിളിക്കുന്നത് മുരാരി തന്നെയായിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ ഇങ്ങനെ മുരാരി എന്നുള്ള പേര് വിളിക്കുന്നത് കൊണ്ട് ആ ഒരു നാമകരണത്തിൽ തന്നെ അറിയപ്പെട്ടു. എൻ്റെ യഥാർത്ഥ പേര് ഒരാൾക്കും അറിയാൻ പോയതായി. അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഓരോരുത്തർ പോസ്റ്റ് ചെയ്യും. മിനിമം പോസ്റ്റ് ചെയ്യുന്ന ഒരു യഥാർത്ഥ പേര് പോസ്റ്റ് ചെയ്യട്ടെ. ബൈജു, ഷിബു, അതൊന്നും വേണ്ട, രാജൻ ബാബു. വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം, ജീവിത പൊന്നാരമേ. വീരനാമലി. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മകരം 18. ശുദ്ധ ഹരിദിനം 18,72,607 ദിവസം, 2026 ഫെബ്രുവരി 1. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. ഈ വരുന്ന 22-ാം തീയതി വെച്ച് ഒരു ഇന്റർവ്യൂ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. ദുബൈയിൽ സെമി ഗവൺമെന്റ് കമ്പനികളിലേക്ക്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. ദുബൈയിലേക്ക് കുറച്ച് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. നമസ്കാരം, നിരവധി ടാക്സി ഡ്രൈവേഴ്സിന്റെ ഒഴിവാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആരാമത്തിൽ വിരിഞ്ഞ വർണ്ണ പൂവുകളും അവിരാമം സ്തുതിച്ചിടുന്നു സലാമുള്ള. ഇത്തരത്തിൽ പൂജയ്ക്കെത്തിയ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന്, അതായത് ശരീരത്തിൽ കടന്നു പിടിക്കാൻ ശ്രമിച്ചതിന് ഈ പൂജാരിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇയാൾ കൊല്ലം പുത്തൂർ സ്വദേശിയാണ്. മുരാരി തന്ത്രി എന്നുള്ള പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത്. യഥാർത്ഥ പേര് രാജൻ ബാബു എന്നാണ്.